Kripa, Vandana, Anagha, Anjana. Very good evening, children. Arya, Nandana, Chandana. Yes, very good evening and a warm welcome. Yes, ready അല്ലേ മക്കളെ? തുടങ്ങാം. Are you ready? Aishwarya Das, Anusri, Sharanya, homework ഉണ്ടോ? ചെയ്യാം. We'll do the homework first. Vishnu Prasad, good evening. Homework ഉണ്ടത്രേ. We'll do the homework first. Navaneet, Manish, Trishya. ഹോംവർക്ക് ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ കേട്ടോ. ഇല്ല തോന്നണൂടാ, ഇല്ല തോന്നണു. ഇതാണോ ഹോംവർക്ക്? യെസ്, ഓക്കെ. യെസ്, എല്ലാ മക്കൾക്കും സ്വാഗതം and a very good evening. Let's start our class with one homework given in the last class. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്തിട്ട് തുടങ്ങാം. Please have a look at what is happening. First of all, this oxygen is getting protonated and the result will be CH3C, CH3, CH3, CH, OH2 plus CH3. That is protonated alcohol. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നിമിഷ, ഗുഡ് ഈവനിങ്. ദേവിക, ഗുഡ് ഈവനിങ്. നിവേദ്യ, ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, പ്രോട്ടോനേഷൻ. സ്റ്റെപ്പ് 1. ദിസ് ഈസ് സ്റ്റെപ്പ് 1, പ്രോട്ടോനേഷൻ. സ്റ്റെപ്പ് 2 ഡീഹൈഡ്രേഷൻ ആണ് കേട്ടോ. സ്റ്റെപ്പ് 2 ഡീഹൈഡ്രേഷൻ. ദിസ് വിൽ എലിമിനേറ്റ് ആസ് വാട്ടർ ആൻഡ് ദ റിസൾട്ട് ഈസ് യു ഗെറ്റ് എ കാർബോകാറ്റയോൺ. You get a carbocation. That is step 2. അവിടുന്ന് തന്നെ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യാം. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 3, ഡീപ്രോട്ടോനേഷൻ. ഡീപ്രോട്ടോനേഷൻ ഈസ് ഹാപ്പനിങ് ഓവർ ഹിയർ. ഈ കാണുന്ന CH3യുടെ അവിടെയാണ് ഡീപ്രോട്ടോനേഷൻ ചെയ്യുക. ആസ് ദാറ്റ് ഈസ് യു സി, ഈ ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇത് H+ ആയിട്ട് സ്ഥലം വിടും. ഡീപ്രോട്ടോനേഷൻ. ആൻഡ് ദ റിസൾട്ട് ഈസ് CH3C, CH3, CH3, CH, ഡബിൾ ബോണ്ട് CH2. ദിസ് ഈസ് പ്രോഡക്റ്റ് നമ്പർ 1. ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ്. മേജർ പ്രോഡക്റ്റ് അല്ല, ഒന്നാമത്തെ പ്രോഡക്റ്റ്. How to understand a major product? Getting major product, there is another thing. ഇത് നമ്മുടെ ഒരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. ഇത് ടെർഷ്യറി ആയിട്ട് മാറും. There will be a rearrangement. There is a rearrangement of cation. ഇവിടുന്ന് ഒരു മെത്തിൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. And you get a tertiary carbocation. ഇങ്ങനെ ലഭിക്കും. ഇങ്ങനെ കിട്ടും. You get a tertiary carbocation. As all of you agree, a tertiary carbocation is pretty more stable compared to secondary, right? And now there is elimination. അവിടെയും നമുക്ക്
രണ്ട് വ്യത്യസ്ത പ്രോഡക്റ്റ് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, ഹൈഡ്രജൻ ഇവിടെ നിന്ന് പോവുക, അപ്പൊ ഡബിൾ ബോണ്ട് ഇവിടെ വരും. രണ്ട്, ഹൈഡ്രജൻ ഇവിടെ നിന്ന് പോവുക, അപ്പൊ ഡബിൾ ബോണ്ട് ഇവിടെ വരും. യു വിൽ ഗെറ്റ് ടു പ്രൊഡക്ട്സ്. ആൻഡ് പ്രോഡക്റ്റ് നമ്പർ 1, ഇറ്റ് ഈസ് CH2 ഡബിൾ ബോണ്ട് CH3 CH3 CH3, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഹൈഡ്രജൻ പോവുക, യു ഗെറ്റ് CH3 CH3 ഡബിൾ ബോണ്ട് CH3 CH3, and this is the most wanted major product. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മേജർ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് 3 പ്രോഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാം. ഒന്ന് ഇതാണ്, രണ്ട് ഇതാണ്, ആൻഡ് തേർഡ് വൺ ഇതാണ്. ദാറ്റ് ഈസ് ദ മേജർ പ്രോഡക്റ്റ്. ഓരോരുത്തരും പറയുക. നിങ്ങൾക്ക് 1 എഴുതിയിട്ടുണ്ടെങ്കിൽ പറയുക, 2 എഴുതിയിട്ടുണ്ടെങ്കിൽ പറയുക, 3 എഴുതിയിട്ടുണ്ടെങ്കിൽ പറയുക, 3 എഴുതിയിട്ടുണ്ടെങ്കിൽ പറയുക. മേജർ പ്രോഡക്റ്റും എല്ലാം ശരിയായവരുണ്ടെങ്കിൽ പ്രത്യേകം പറയുക. കമാ, എല്ലാം എഴുതി. നവനീത്, വെരി ഗുഡ്, വെരി ഗുഡ് നവനീത്. നവനീതിന് നല്ലൊരു കയ്യടി കൊടുക്കാവുന്നതാണ്. മനോജ് കുമാർ, ഗുഡ് ഈവനിങ്. ആകാശ്, അലൻചന്ദ്, ഷിഫാന, ആലിയ, ശ്രേയ, വെരി ഗുഡ് ഈവനിങ്. നവനീത്, all the best. That's a brilliant attempt. നവനീതിന് എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കാവുന്നതാണ് കേട്ടോ. അഭിരാജ്, ഒന്ന് മാത്രം ശരിയായി. അഖില, ഗുഡ് ഈവനിങ്. ആകാശ്, 1ഉം 2ഉം ശരിയായി. മൂന്നാമത്തേതാണ് വേണ്ടത്. മെയിനായിട്ട് വേണ്ടത് മൂന്നാമത്തേതാണ്. അഭിനവ്, ഗുഡ് ഈവനിങ്. മക്കളെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ദ സ്റ്റോറി, പ്ലീസ് കം ഓൺ ടെൽ മീ. ഐ വിൽ റിപ്പീറ്റ്. ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കാം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയുക, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറയാം. ഒരു ചോദ്യമല്ലേ ഉള്ളൂ, ഒരു ഹോംവർക്ക് അല്ലേ ഉള്ളൂ, വേറെ ഇല്ലല്ലോ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പ്ലീസ് ഗിവ് മീ എ റെസ്പോൺസ്. Give me a response. Is it clear, or if there is any doubt, let me know. ഒരു ചോദ്യമല്ലേ ഹോംവർക്ക് ഉള്ളൂ, വേറെ ഉണ്ടോ? ക്യാൻ യു ഹിയർ മീ ചിൽഡ്രൻ? ക്യാൻ യു ഹിയർ? ക്ലിയർ ആണ്. യെസ്, എല്ലാം ഓക്കെ അല്ലേ? ഓഡിയോ വീഡിയോ ഒക്കെ ഓക്കെ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? മെസ്സേജ് ഡിലേ വരുന്നതാണോ എന്താ അറിയില്ല. എവറിത്തിങ് ഓക്കെ അല്ലോ? നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പ്ലീസ് ടെൽ മീ വേർ വി സ്റ്റോപ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഇസ് ഇറ്റ് റീമർ-ടീമാൻ റിയാക്ഷൻ? ഇതാണോ പറഞ്ഞത്? റീമർ-ടീമാൻ റിയാക്ഷൻ ആണോ പറഞ്ഞു നിർത്തിയത്? ഫയല് അവിടെയാണ് കിടക്കുന്നത്. ഇറ്റ് സീംസ് ലൈക്ക് ദാറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അതാണോ? കോൾബ് റിയാക്ഷൻ, റീമർ-ടീമാൻ റിയാക്ഷൻ. ഓക്കെ, റീമർ-ടീമാൻ റിയാക്ഷൻ പറഞ്ഞു ഇല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. റീമർ-ടീമാൻ റിയാക്ഷൻ പറഞ്ഞോ പറയണമോ? പറഞ്ഞു കഴിഞ്ഞില്ലേ? പറഞ്ഞു.
So let's have a quick review through the topic which we have reached over here. അതുവരെയുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. Started from alcohol, phenol, ethers, structural details, nomenclature, etc. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ് കുറേ മെത്തേഡ് പറയേണ്ടായി. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ്, ഒന്ന് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ, രണ്ട് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ, ഇൻ ബിറ്റ്വീൻ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഓക്സിമെർക്കുറേഷൻ, ഡീമെർക്കുറേഷൻ പറഞ്ഞു, റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്, എസ്റ്റേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ റിയാക്ഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ്, അങ്ങനെ ഒരു ഭാഗം. പ്രിപ്പറേഷൻ ഓഫ് ഫിനോളിൽ ഒരു 3-4 റിയാക്ഷൻസ് ഇൻക്ലൂഡിങ് ക്യുമീൻ പ്രോസസ്സ്. അത് കഴിഞ്ഞ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, സോല്യൂബിലിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ അല്ലേ. അത് കഴിഞ്ഞ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വളരെ വളരെ പ്രധാനമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അസിഡിക് നേച്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾസ് ആൻഡ് ഇൻക്ലൂഡിങ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനോൾസിന്റെ ഒരു വിശദമായ ചർച്ച അസിഡിക് നേച്ചറിൽ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾസിൽ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ പറയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കുറേ റിയാക്ഷൻസ് പിന്നെയും ഇവിടെ റിവൈസ് ചെയ്യുകയുണ്ടായി. പിന്നെ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ് കുറേ കാര്യങ്ങൾ. പിന്നെ റിയാക്ഷൻ വിത്ത് ഹോട്ട് കോപ്പർ കാറ്റലിസ്റ്റ് അത് പറയേണ്ടായി, റൈറ്റ്. പിന്നെന്തൊക്കെയാ പറഞ്ഞത്? റിയാക്ഷൻസ് ഓഫ് ഫീനോൾ ആയിരുന്നു പിന്നീട് പറഞ്ഞത്. അവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഫിനോള് ഹൈലി റിയാക്റ്റീവ് ആണ് എന്നും, എങ്ങനെയാണ് നൈട്രേഷൻ നടക്കുന്നത്, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചാൽ എന്ത് കിട്ടും, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചാൽ എന്ത് കിട്ടും. പിന്നെ ബ്രോമിനേഷൻ, മൈൽഡ് ബ്രോമിനേഷൻ ആൻഡ് സിവിയർ ബ്രോമിനേഷൻ അബൌട്ട് ഗെറ്റിംഗ് എ വൈറ്റ് precipitate 2,4,6 ട്രൈബ്രോമോഫിനോൾ, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് എസ്റ്ററിഫിക്കേഷൻ എന്നൊരു റിയാക്ഷനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. എസ്റ്ററിഫിക്കേഷൻ എന്ന റിയാക്ഷൻ, കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കൂടെ നടക്കുന്ന എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനെ കുറിച്ചും അതിൻ്റെ ഇടയിൽ പറയാൻ ഞാൻ വിട്ടുപോയി. അത് പറഞ്ഞ റിയാക്ഷൻ ആയിരുന്നു. പിന്നീട് ഫിനോളിന്റെ സ്പെസിഫിക് റിയാക്ഷൻസിലാണ് കോൾബ് റിയാക്ഷനും അതുപോലെ റീമർ ടീമാൻ റിയാക്ഷനും പറഞ്ഞത്. ഇനി അതിലാകെ 2 റിയാക്ഷനെ പറയാനുള്ളൂ. ഒന്ന് റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ് ആണ്. റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്, ഇത് പിന്നെ ഫസ്റ്റ് ഇയർ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ബെൻസീനിൽ ഈ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. റിയാക്ഷൻ ഓഫ് ഫീനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ് ഹൈഡ്രോകാർബൺസ് എന്ന ചാപ്റ്ററിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഫിനോൾ കൺവേർട്ടഡ് ടു ബെൻസീൻ ഹീറ്റിംഗ് വിത്ത് സിങ്ക് ഡസ്റ്റ്. ഈ സിങ്ക് ഈ ഓക്സിജനെയും കൊണ്ട് സിങ്ക് ഓക്സൈഡ് ആയിട്ട് സ്ഥലം വിടും. And you get benzene. So phenol converted to benzene. അതാണ് റിയാക്ഷൻ. ഫീനോൾ കൺവേർട്ടഡ് ടു ബെൻസീൻ, അതാണ് ഒരു റിയാക്ഷൻ. സിങ്ക് ആ ഓക്സിജനെയും കൊണ്ട് സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. അതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ഫസ്റ്റ് ഇയറിൽ പഠിച്ച അതേ റിയാക്ഷൻ തന്നെയാണ്. വൈൽ ഇത് ഒരു പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ്, ഓക്സിഡേഷൻ റിയാക്ഷൻ. Oxidation of phenol with chromic acid. Oxidation of phenol with chromic acid. Chromic acid എന്ന് വെച്ചാൽ H2CrO4 produces conjugated diketones. അതിനെ ബെൻസോക്വിനോൺ എന്നാണ് പറയുക. This is benzoquinone, conjugated diketone. നോക്കുക, Na2Cr2O7 ഇൻ ആസിഡ് മീഡിയം എന്നാലും മതി. K2Cr2O7 ഇൻ ആസിഡ് മീഡിയം, എല്ലാം ഒന്ന് തന്നെ കേട്ടോ. മറ്റേത് H2Cr2O7 ഡൈക്രോമിക് ആസിഡ്, ഇതെല്ലാം ഒരേ ഫംഗ്ഷൻ തന്നെയാണ്. ദാറ്റ്സ് എ ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ഫീനോൾ ഈസ് ഓക്സിഡൈസ്ഡ് ടു ബെൻസോക്വിനോൺ യൂസിങ് സോഡിയം ഡൈക്രോമേറ്റ് സൾഫ്യൂരിക് ആസിഡ്, അല്ലെങ്കിൽ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് സൾഫ്യൂരിക് ആസിഡ്, അല്ലെങ്കിൽ ക്രോമിക് ആസിഡ്. ക്രോമിക് ആസിഡ് H2CrO4 എന്ന് വെച്ചാൽ ക്രോമിക് ആസിഡ്. ഇതെടുത്തു കഴിഞ്ഞാലും ആസിഡ് മീഡിയത്തിൽ ക്രോമിക് ആസിഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഇൻ presence of air, phenols are slowly oxidized to dark colored mixtures containing quinones. അതൊരു നോർമൽ പ്രോസസ് ആണ്.
ഫിനോള് ഡാർക്ക് കളേർഡ് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നത് ഡ്യൂ ടു ഏരിയൽ ഓക്സിഡേഷൻ. ഇത്രയും റിയാക്ഷൻസ് ആണ് ഫിനോളിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫിനോളിനെ കുറിച്ച് പഠിക്കുന്ന റിയാക്ഷൻസ് ഒന്നുകൂടെ പെട്ടെന്ന് നോക്കുക. നമ്പർ 1, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൽ നമ്മൾ മൈൽഡ് നൈട്രേഷൻ പറഞ്ഞു, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് മൈൽഡ് നൈട്രേഷൻ പറഞ്ഞു. 2, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് പിക്രിക് ആസിഡ് കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ പിക്രിക് ആസിഡ് തന്നെ സൾഫോണേഷൻ നടത്തിയിട്ട് ചെയ്യുന്നതിനെ കുറിച്ചും ഇടയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു, റിയാക്ഷൻ എഴുതി. അത് കഴിഞ്ഞ് ബ്രോമിൻ വിത്ത് കാർബൺ ഡൈസൾഫൈഡ്, മൈൽഡ് ബ്രോമിനേഷൻ, ഓർത്തോപാര ബ്രോമോ ഫിനോൾ കിട്ടുന്നത് പറഞ്ഞു. ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചാൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് 2,4,6 ട്രൈ ബ്രോമോ ഫിനോൾ കിട്ടുന്നത് പറഞ്ഞു. ഇത്രയും റിയാക്ഷൻസ് ഫിനോളിന്റെ റിയാക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കോൾബ് റിയാക്ഷൻ പറഞ്ഞത്. ഫിനോൾ ട്രീറ്റഡ് വിത്ത് NaOH, സോഡിയം ഫിനോക്സൈഡ് കിട്ടും, ആൻഡ് ദാറ്റ് ഈസ് ആഡഡ് വിത്ത് കാർബൺ ഡയോക്സൈഡ്. യു ഗെറ്റ് upon acidification you get a salicylic acid 2-hydroxybenzoic acid. While phenol treated with a chloroform alkali, you get an intermediate. Upon hydrolysis you get a salicylaldehyde. Or ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു റിയാക്ഷൻ കൂടെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പ്ലീസ് വെരിഫൈ. ദ സെയിം ഫിനോൾ ട്രീറ്റഡ് വിത്ത് ഇൻസ്റ്റെഡ് ഓഫ് ക്ലോറോഫോം ആൽക്കലി ട്രീറ്റഡ് വിത്ത് CCl4 ആൻഡ് ആൽക്കലി യു ഗെറ്റ് സാലിസിലിക് ആസിഡ്. അത് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പ്ലീസ് ടെൽ മീ. എഴുതിയിട്ടുണ്ടല്ലേ? ഇല്ലേ? എഴുതിയിട്ടില്ലേ? ക്ലോറോഫോം ആൽക്കലി ആണെങ്കിൽ സാലിസിൽ ആൽഡിഹൈഡ് കിട്ടും, 2-ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് കിട്ടും. CCl4 വിത്ത് ആൽക്കലി ആണെങ്കിൽ സാലിസിലിക് ആസിഡ് കിട്ടും. ഓക്കെ, ഫൈൻ. യെസ്. അത് കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞ 2 റിയാക്ഷൻസ്. ആൻഡ് I think that's over regarding phenols. പിന്നെ നമുക്ക് ഒരു പാരഗ്രാഫിലുള്ളത് കുറച്ച് എന്താ പറയുക, കമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് ഓഫ് ആൽക്കഹോൾസ് ആണ്. കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആൽക്കഹോൾസിനെ കുറിച്ച് 1-2 കമന്റ്സ് ഉണ്ട്, ആ ഭാഗവും നോക്കണം. കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആൽക്കഹോൾസ്, അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ. There is a talk on methanol. മെത്തനോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ CH3OH ആണ്. ഇറ്റ് ഈസ് കോൾഡ് വുഡ് സ്പിരിറ്റ്. എന്താ വുഡ് സ്പിരിറ്റ് എന്ന് പറയാൻ കാരണം? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡ്. അങ്ങനെയാണ് മെത്തനോള് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഈ വീറ്റ് ഗ്രെയിൻസ് എന്നും മറ്റുമൊക്കെയാണ് എത്തനോള് കിട്ടുക. അതുകൊണ്ടാണ് അതിനെ ഗ്രെയിൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. വുഡ് സ്പിരിറ്റും ഗ്രെയിൻ സ്പിരിറ്റും. ടുഡേ മോസ്റ്റ് ഓഫ് ദ മെത്തനോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ catalytic hydrogenation of carbon monoxide at high pressure and temperature. നോക്കടാ, ഇതാണ് റിയാക്ഷൻ. Industrial preparation of methanol. Carbon monoxide plus hydrogen using zinc oxide, chromic oxide catalyst. 200 to 300 atm pressure, 573 to 673 Kelvin temperature. Preparing methanol. ഈ മിക്സറിന് ഒരു പേര് പറയും. ആർക്കെങ്കിലും അറിയാമോ? ഈ മിക്സർ അറിയപ്പെടുന്ന ഒരു ഫേമസ് നെയിം ആർക്കെങ്കിലും അറിയോ? കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മിക്സർ ഈസ് ഫേമസ് നോൺ ആസ് വാട്ടർ ഗ്യാസ്. വെരി ഗുഡ് നവനീത്. ദിസ് ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് എന്ന് പറയും. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ, ഇറ്റ് ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ്. ഇൻഡസ്ട്രിയലി വെരി ഫേമസ്. മെത്തനോൾ കളർലെസ് ലിക്വിഡ് ആണ്. ബോയിൽ പോയിന്റ് 337 കെൽവിൻ ആണ്. ഹൈലി പോയിസണസ് ഇൻ നേച്ചർ. മെത്തനോൾ ഹൈലി പോയിസണസ് ഇൻ നേച്ചർ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. മെത്തനോൾ ചെറിയൊരു അളവാണെങ്കിൽ പോലും ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കാഴ്ച ശക്തി നഷ്ടപ്പെടും. ആൻഡ് അൾട്ടിമേറ്റ് കോസ് വിൽ ബി ഡെത്ത് ആസ് മെത്തനോൾ ഈസ് ഓക്സിഡൈസ്ഡ് ടു മെത്തനോൾ.
അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. മെത്തനോൾ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആന്റിഡോട്ടായിട്ട് കൊടുക്കുന്ന ചികിത്സയെക്കുറിച്ചും മറ്റുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലേ? ചെയ്തില്ലേ? യെസ്, പറഞ്ഞു. Ingestion of even small quantities of methanol can cause blindness and large quantities causes even death. Methanol is used as a solvent in paints, varnishes and chiefly for making formaldehyde. ഫോർമാൽഡിഹൈഡിന്റെ പല ഉപയോഗങ്ങൾ അറിയാമല്ലോ, ഫോർമലിൻ പോലുള്ള സാധനങ്ങൾ. നെക്സ്റ്റ് ഈസ് എ ടോക്ക് ഓൺ എത്തനോൾ. എത്തനോൾ ദ മോസ്റ്റ് വാണ്ടഡ് മദർ ലിക്കർ ഗ്ലോബലി, അല്ലെ? ഗ്ലോബലി ഏറ്റവും ആവശ്യമുള്ള മദർ ലിക്വറാണ് എത്തനോൾ എന്ന് പറയുന്നത്. പ്രോബബ്ലി ഫോർ ദ സെക്കൻഡ് മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്. എത്തനോൾ ഒബ്റ്റൈൻഡ് കൊമേഴ്ഷ്യലി ബൈ ഫെർമെന്റേഷൻ. ഫെർമെന്റേഷനിലൂടെയാണ് എത്തനോൾ കിട്ടുന്നത്. ദി ഓൾഡസ്റ്റ് മെത്തേഡ് ഈസ് ഫ്രം ഷുഗർ. ദ ഷുഗർ ഇൻ മൊളാസസ്, ഷുഗർ കെയിൻ ഓർ ഫ്രൂട്ട്സ് such as grapes is converted to glucose and fructose, both of which have the formula C6H12O6. The presence of an enzyme invertase. So this is step 1. Sucrose C12H22O11 invertase ഉപയോഗിച്ച് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുക. And that when treated with glucose treated with zymase, you get ethanol. That is the natural fermentation process. ഷുഗർ കെയിനിൽ നിന്ന്, മൊളാസസിൽ നിന്ന് എത്തനോൾ ഉണ്ടാക്കുന്ന പ്രക്രിയ. ഷുഗറിനെ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആക്കി മാറ്റുക യൂസിങ് ദ എൻസൈം ഇൻവെർട്ടേസ്. അതിനെ ഇൻവെർട്ട് ഷുഗർ എന്നാണ് വിളിക്കുക. ആൻഡ് ഫർദർ ഗ്ലൂക്കോസ് ട്രീറ്റഡ് വിത്ത് സൈമീസ്, യു ഗെറ്റ് എത്തനോൾ. ഇതെല്ലാം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയുന്ന ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ്, അല്ലാതെ തന്നെ അറിയുന്നുണ്ടാവണം. Ingestion of ethanol act on central nervous system. In moderate amount it affects judgment and lowers inhibitions. Higher concentration can cause nausea and loss of consciousness. Even at a higher concentration it interferes with the spontaneous respiration and can be fatal. മദ്യപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മൊളാസസ് എന്ന് വെച്ചാൽ മദർ ലിക്കർ, ഷുഗറിന്റെ ആ പാഷില്ലേ, അതിനല്ലേ മൊളാസസ് എന്ന് പറയാം. In wine making, grapes are the source of sugar and yeast. As grapes ripen, quantity of sugar increases and yeast grows on the outer skin. When grapes are crushed, sugar and enzyme come in contact and fermentation starts. Fermentation takes place in anaerobic conditions. ഫെർമെന്റേഷൻ നടക്കേണ്ടത് എയറിന്റെ ആബ്സെൻസിലായിരിക്കണം. അനറോബിക് കണ്ടീഷനിൽ വേണം ഫെർമെന്റേഷൻ നടക്കാൻ. അല്ലെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ഫെർമെന്റേഷൻ. അല്ലെങ്കിൽ എയർ ഉണ്ടാവും, എയർ ഉണ്ടെങ്കിലോ ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടന്നാൽ എത്തനോള് ആസിഡ് ആയിട്ട് മാറും, അപ്പോൾ പുളിപ്പുണ്ടാവും. അപ്പൊ ആ പറഞ്ഞ പ്രക്രിയ എഫക്റ്റീവ് ആവില്ല. The action of enzymase is inhibited once the percentage of alcohol formed exceeds 14%. 1. If air gets into fermentation mixture, the oxygen of air oxidizes ethanol to ethanoic acid, which in turn destroys the taste of alcoholic drink. വൈനൊക്കെ പുളിച്ചു പോകും. It is a colorless liquid with a boiling point 351 Kelvin, used as a solvent in paint industry and in the preparation of number of carbon compounds. Commercial alcohol made unfit for drinking. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? Commercial alcohol made unfit for drinking by mixing it with the copper sulfate solution,
to give a blue color, and pyridine, a foul smelling liquid. It is called denaturation of alcohol. കൊമേഴ്ഷ്യലി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അറിഞ്ഞിരിക്കുക. ആൽക്കഹോളിന്റെ ഉൽപാദനം, വിതരണം ഇതെല്ലാം ഗവൺമെന്റ് സെക്ടറിലാണ്. അതിന് പ്രൈവറ്റ് ആയിട്ട് ചെയ്യാനുള്ള അല്ലെ ഓരോ എന്താ പറയുക രാജ്യങ്ങളിലും അതിന് നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഇവിടെയാണെങ്കിൽ സ്പിരിറ്റിന്റെ എല്ലാ ഡീലിങ്സും ഗവൺമെന്റ് ത്രൂ ആണല്ലോ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സ്പിരിറ്റ് 2 ഇൻഡസ്ട്രികളിലാണ് യൂസ് ചെയ്യപ്പെടുന്നത്. ഒന്ന് സാധാരണ ഇൻഡസ്ട്രികളിൽ ഫ്യൂവലായിട്ടും സോൾവെന്റ് ആയിട്ടും മറ്റ് പല കാര്യങ്ങൾക്കും എന്തിന് സാനിറ്റൈസർ പോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കാനും ഇതെല്ലാം ഉപയോഗിക്കുന്നു. പിന്നൊന്ന് മദ്യം ഉണ്ടാക്കാൻ. അപ്പൊ മദ്യം ഉണ്ടാക്കാൻ സപ്ലൈ ചെയ്യുന്ന സ്പിരിറ്റ്, ബിവറേജസ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ സപ്ലൈ ചെയ്യുന്ന സ്പിരിറ്റ്, ഇറ്റ് ഈസ് ഹെവിലി ടാക്സ്ഡ് ആണ്. ഹെവിലി ടാക്സ്ഡ് ആണ്. അതേസമയം മറ്റ് സ്പിരിറ്റ് എന്ന് പറയുന്നത് സബ്സിഡൈസ്ഡ് ആണ്. അപ്പൊ ഈ 2 സ്പിരിറ്റും ഒരേ സ്പിരിറ്റ് തന്നെയാണെങ്കിൽ ദർ ഇസ് എ പ്രോബബിലിറ്റി ഓഫ് മാൽ പ്രാക്ടീസിങ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ദ അതർ സ്പിരിറ്റ് വിച്ച് ഈസ് ഗിവൺ സബ്സിഡൈസ്ഡ് ഈസ് മെയ്ഡ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ബൈ ആഡിങ് വിത്ത് അതർ കെമിക്കൽസ്. വളരെ പെട്ടെന്നൊന്നും വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പൊ ഒരു കളറ് കിട്ടും. നമ്മൾ റേഷൻ കടകളിലൊക്കെ കൊടുക്കുന്ന മണ്ണെണ്ണ കണ്ടാൽ തന്നെ അറിയാം ഒരു കളർ ഉണ്ടാവും. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ബ്ലാക്ക് മാർക്കറ്റിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? പിന്നെ ഒരു ഫൗൾ സ്മെല്ലിംഗ് ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് പിരിഡിൻ പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക, റബ്ബർ ഡിസ്റ്റിലേറ്റ്സ് ആഡ് ചെയ്യുക. ഇതിനെയൊക്കെ ചെയ്യുന്നതിനെയാണ് ഡീനേച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ ആൽക്കഹോള് കഴിക്കാൻ പറ്റില്ല, ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അത് ഹൈലി ഫെയ്റ്റലുമാണ്. ചില സമയത്ത് അതിൽ മെത്തനോൾ കണ്ടന്റും വരാറുണ്ട്. മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. മെത്തിലേറ്റഡ് സ്പിരിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. സോ ഇറ്റ് ഈസ് മെയ്ഡ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അതാണ് എന്താ പറയുക ഡീനേച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. Nowadays, large quantities of ethanol are obtained by hydration of ethene. ഇപ്പൊ നമ്മൾ ഒരു പരിധിവരെ എത്തനോൾ ഫ്യൂവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ EV ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് EV. അതിന്റെ കൂടെ തന്നെ വേറൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്യൂവലില് നല്ലൊരു ശതമാനം എത്തനോൾ മിക്സ് ചെയ്യുക, എത്തനോൾ ഉപയോഗിക്കുന്ന ഫ്യൂവലിലേക്കുള്ള ഒരു നല്ലൊരു മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ അത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻവെൻഷൻ, ആ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ കൂടെ ഉണ്ട്. അപ്പൊ ധാരാളം എത്തനോൾ വേണം. ഇത്രയും നമുക്ക് സ്റ്റാർച്ചിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാം. എന്നാലും കൊമേഴ്ഷ്യലി അതിനെ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻസിൽ കൂടെ ചെയ്യുക. ആൽക്കീൻസ് ധാരാളം പെട്രോളിയം പ്രോഡക്ട്സ് നിന്ന് ധാരാളം ആൽക്കീൻസ് കിട്ടാനുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയാം. സോ ദാറ്റ്സ് അബൌട്ട് എ ബ്രോഡ് ഡിസ്കഷൻ about methanol, ethanol. അപ്പൊ അത് അവിടെ തീർന്നു. നമ്മൾ ഇനി ഈത്തേഴ്സിലേക്ക് കടക്കണം കേട്ടോ. Now we are switching on to ethers. That is next. ഒരു സെപ്പറേറ്റ് ഹെഡിങ് കൊടുക്കുക, ഈത്തേഴ്സ്. സർ, എത്തനോൾ ഫ്യൂവലായി യൂസ് ചെയ്യുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താ സംശയം? തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഒരു ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്നുള്ള നിലയ്ക്ക് അതിന്റെ എന്താ പറയുക ഉപയോഗം പല രീതിയിലും അഡ്വാൻറ്റേജസ് ആണെന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് ഈത്തേഴ്സ് ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്. ഇത് നമ്മൾ മുൻപ് ചർച്ച ചെയ്ത റിയാക്ഷൻ ആണ്. പ്ലീസ് റിവ്യൂ. എത്തനോൾ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് at a temperature 443 Kelvin, you will get a complete dehydration, giving ethene, while at 413 Kelvin,
you get a diethyl ether. ഇത് മുൻപ് ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. എവിടെയാ ഡിസ്കസ് ചെയ്തതെന്ന് ചോദിച്ചാല് ഈ ടെമ്പറേച്ചറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ മുൻപ് റെഫർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ക്യാൻ യു പ്ലീസ് ചെക്ക് ആൻഡ് ടെൽ മീ? മുൻപ് നമ്മൾ ഇത് എഴുതിയിട്ടുണ്ടോ? നോക്ക്. Alcohols undergo dehydration in presence of protic acid. അത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആവാം, അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് ആവാം. The formation of reactant product alkene or ether depending on reaction conditions. At a temperature 443 Kelvin we get alkene. At a temperature 413 Kelvin we get ethers. മുൻപ് എഴുതിയിട്ടുണ്ടോ നോക്കൂ. ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ പറഞ്ഞ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവണം. കൈൻഡ്ലി റിവ്യൂ ആൻഡ് ടെൽ. ഒന്ന് നോക്കി പറയാമോ? ടെമ്പറേച്ചർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്രയും ഹൈ ടെമ്പറേച്ചറിലേക്ക് ചൂടാക്കിയാലേ ആൽക്കീൻ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഈതർ കിട്ടും എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ചെക്ക് ആൻഡ് ടെൽ മീ. കണ്ടില്ല? യെസ്. ഇല്ലെങ്കിൽ എഴുതണം. പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞിരുന്നു. യെസ്, എഴുതിയിട്ടുണ്ട്. യെസ് യെസ്. ഇവിടെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഡൈഈഥൈൽ ഈത്തർ ഹാസ് ബീൻ യൂസ്ഡ് വൈഡ്ലി ആസ് ആൻ ഇൻഹേലേഷൻ അനസ്തെറ്റിക്, but due to slow effect and an unpleasant recovery period, it has been replaced by an anesthetic by other compounds. Other compounds ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. നമുക്കിവിടെ ഇതിന്റെ മെക്കാനിസം പഠിക്കണം. ഫോർമേഷൻ ഓഫ് ഈത്തർ is a nucleophilic bimolecular reaction. SN2 mechanism ആണ്. Nucleophilic bimolecular reaction. SN2 mechanism ആണ്. Involving 3 steps. ഞാൻ സെപ്പറേറ്റ് എഴുതാം, നിങ്ങൾ കോപ്പി ചെയ്തോളൂ. I will write separately. റിയാക്ഷൻ ഇതാണ്. CH3 CH2OH. When heated with a concentrated sulfuric acid at a temperature 413 Kelvin, you get CH3 CH2O CH2 CH3 ഇങ്ങനെ ലഭിക്കുന്നു. ഇതിന്റെ മെക്കാനിസം ആണ് എഴുതാൻ പോകുന്നത്. പ്ലീസ് നോട്ട് ഡൗൺ. What is the story involved? Let's have a look at CH3 CH2OH is getting protonated. That is number 1. It is getting protonated. ഈ pi electrons, lone pair of electrons H plus നെ അറ്റാക്ക് ചെയ്യും. This is step 1. You get protonated alcohol. ഇങ്ങനെ ലഭിക്കും. So ethanol, step 1, protonation, and the result is protonated alcohol. Step 1. Now what is step 2? Step 2 is SN2 attack of the next molecule. We can take next alcohol molecule. It is attacking on protonated alcohol.
It was commented earlier, protonated alcohol can act as a electrophilic center. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് പോകും. ആ സമയത്ത് ഈ ഇലക്ട്രോൺസ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. So that involves removal of water. By the time you get an attack like this. നോക്കടാ, ഈ പാർട്ട് റിമൂവ് ചെയ്ത് വാട്ടർ ആയിട്ട് സ്ഥലം വിട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്ലസ് ഇവിടെ വരുവേ. ആ പ്ലസിലേക്ക് ഈ ലോൺ പെയർ കയറി അറ്റാക്ക് ചെയ്യും. ആൻഡ് യു ഗെറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് protonated ether. Protonated ether. And now mostly you might have understood what is the third step. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Deprotonation. Third step is deprotonation. യു സി, ഈ ഇലക്ട്രോൺ പെയർ ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, H പ്ലസ് ആയിട്ട് പോകും. ദിസ് ഈസ് സ്റ്റെപ്പ് 1 പ്രോട്ടോണേഷൻ. ദിസ് ഈസ് സ്റ്റെപ്പ് 2 എന്താ അത്? ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്. ആൻഡ് സ്റ്റെപ്പ് 3 deprotonation. Deprotonation, removal of H plus to get the final product, that is ether. Diethyl ether as the final product. എന്തെങ്കിലും എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഗുഡ്. നമ്മൾ ഇതിനു മുൻപ് ഇതേപോലത്തെ രണ്ട് മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻസ്, അവിടെ ഒരു മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. രണ്ട് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻസ്, അവിടെ ഒരു മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ മൂന്നാമത്തെ മെക്കാനിസം. മൂന്നും ആ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഏകദേശം സെയിം ആണ്, പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഒന്ന് വാട്ടർ ആഡ് ചെയ്യുന്നു, പിന്നെ ഒന്ന് വാട്ടർ റിമൂവ് ചെയ്യുന്നു, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇവിടെയും ഡീഹൈഡ്രേഷൻ ഉണ്ട്, ഇവിടെയും റിമൂവൽ ഓഫ് വാട്ടർ ഉണ്ട്. But here there is a nucleophilic attack of next molecule, and that happens SN2 attack. SN2 attack. SN2 എന്ന് പറയാൻ കാരണം എന്താ? ഈ വാട്ടർ റിമൂവ് ചെയ്യപ്പെടുന്നതും ഇയാള് അറ്റാക്ക് ചെയ്യുന്നതും സൈമുൾട്ടേനിയസ് ആണ്. റിമൂവൽ ഓഫ് വാട്ടർ ആൻഡ് അറ്റാക്ക് ഓഫ് ദ ന്യൂക്ലിയോഫൈൽ. ഈ അറ്റാക്ക് നടക്കുന്നതും റിമൂവൽ ഓഫ് വാട്ടർ നടക്കുന്നതും സൈമുൾട്ടേനിയസ് ആണ്. That's why it is called SN2 mechanism. സർ, അസറ്റിക്, ഫോമിക് എന്നൊക്കെ ഉള്ളതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഏതാണ്? അത് ഇത് കഴിഞ്ഞിട്ട് പറയാടാ, ഇപ്പോ സംസാരിക്കേണ്ട വിഷയമാണോ അത്? ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ ട്ടാ. ഇത് കഴിഞ്ഞാ? ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാ? കഴിഞ്ഞു. നവനീത്തിന് ഒരു സംശയം, അസറ്റിക്, ഫോർമിക് എന്ന ഗ്രൂപ്പുകൾ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ എന്ന്. പരിചയപ്പെട്ടിട്ടുള്ളതാണ്, ഇവിടെ നോക്കുക. CH3COOH, ഇതാണ് അസറ്റിക് ആസിഡ്. ഇതിനെയാണ് അസറ്റൈൽ ഗ്രൂപ്പ് എന്ന് പറയുക. ദിസ് ഈസ് അസറ്റൈൽ ഗ്രൂപ്പ്, അസറ്റിക് ആസിഡ്. നോക്ക്, അസറ്റിക് ആസിഡ്, ഇതിനെയാണ് അസറ്റൈൽ അല്ലെങ്കിൽ അസൈൽ എന്ന് പറയുക.
HCOOH. ഇതാണ് ഫോർമൈൽ എന്ന് പറയുന്ന സാധനം. ഫോർമൈൽ ആസിഡ്, ഫോർമിക് ആസിഡ്, ഫോർമിക് ആസിഡ്. ഈ ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക? CHO ഗ്രൂപ്പിനെ എന്താ വിളിക്കുക? ഫോർമൈൽ ഗ്രൂപ്പ് എന്നല്ലേ വിളിക്കുക. അപ്പോ HCOOH, അപ്പൊ ഫോർമിക് ആസിഡ് ആയി. നവനീത് ക്ലിയർ ആണോ കണ്ണ? ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ അസറ്റൈൽ ഗ്രൂപ്പ് അഥവാ അസൈൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയാം. ഈ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത് CHO, ഫോർമൈൽ ഗ്രൂപ്പ് എന്നാ വിളിക്കുക. അപ്പൊ ഫോർമിക് ആസിഡ്, ഫോർമൈൽ ആസിഡ്, ഫോർമിക് ആസിഡ്, അസറ്റൈൽ ആസിഡ്, അസറ്റിക് ആസിഡ്. എനിക്ക് മനസ്സിലായി. അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരാതെ ചോദിച്ചതാണ് എന്ന് മനസ്സിലായി. അറിയാത്തതല്ല. യെസ്. ആവർത്തിച്ച് പറഞ്ഞ് എഴുതി വരുമ്പോൾ ഇതെല്ലാം നമ്മുടെ പെർമനന്റ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെയാണ് അത് സംഭവിക്കുക. പെർമനന്റ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പോലും നിങ്ങൾക്കൊരു ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കും. പാതി ഉറക്കത്തിൽ പോലും നിങ്ങൾക്കൊരു ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കും. അതാണ് നമ്മൾ പറയുന്നത്, ഉറക്കത്തിന്ന് വിളിച്ചു ചോദിച്ചാൽ പോലും പറയും. അതുപോലെ പഠിച്ചു എന്ന് പറയുന്നത് നമ്മുടെ പെർമനന്റ് മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യപ്പെട്ട് കഴിയുമ്പോഴാണ്. യെസ്. അപ്പൊ അത് ഓക്കെ അല്ലേ? ഈ മെക്കാനിസം ആർക്കും സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ഫോളോയിങ് SN2 മെക്കാനിസം. ബൈമോളിക്കുലർ റിയാക്ഷൻ ആണ്. ക്വൈറ്റ് നാച്ചുറലി ഇറ്റ് വിൽ ഗിവ് യു സിമെട്രിക് ഈത്തേഴ്സ്. ഈ പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തരുന്നത് സിമെട്രിക് ഈത്തേഴ്സ് ആയിരിക്കും. കാരണം രണ്ട് സിമിലർ ആൽക്കഹോൾസ് ആണ് റിയാക്ട് ചെയ്യുക. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. നോക്കടാ, 2CH3CH2OH, or you can write 2ROH converted to ROR. സിമെട്രിക് ഈത്തേഴ്സ് ആണ് ഫേവർ ചെയ്യപ്പെടുന്നത്. കാരണം ഒരേപോലുള്ള ആൽക്കഹോൾ മോളിക്യൂൾസ് ആണ് ഇന്ററാക്ട് ചെയ്യുക. സോ യു ഗെറ്റ് സിമെട്രിക് ഈത്തേഴ്സ്. അതാണ് ഈ റിയാക്ഷന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, നോക്കണം കേട്ടോ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, ഒന്ന് നോക്കുക. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പ്രൈമറി ആൽക്കഹോൾസിന്റെ റിയാക്ഷൻ ആണ് റെഫർ ചെയ്യുന്നത് കേട്ടോ. വി ആർ റെഫറിംഗ് പ്രൈമറി ആൽക്കഹോൾസ്. നോക്കൂ, ദി മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഈത്തേഴ്സ് ഹാവിംഗ് പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺലി. കാരണം പറഞ്ഞല്ലോ, SN2 മെക്കാനിസം ആണ്. SN2 മെക്കാനിസത്തിന്റെ ഓർഡർ ഓഫ് റിയാക്ഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, അങ്ങനെയാണ്. പ്രൈമറി ആൽക്കഹോൾസ് ആണ് SN2 മെക്കാനിസം മോസ്റ്റ്ലി നടക്കുന്നത്. The alkyl group should be unhindered and the temperature must be kept low. Otherwise, reaction favors in the formation of alkene. അപ്പൊ ഈ പറഞ്ഞ റിയാക്ഷന് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്താ റെസ്ട്രിക്ഷൻ? ഹിൻഡേർഡ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടോ, ബൾക്കി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ടോ, ചിലപ്പോൾ റിയാക്ഷൻ വേറെ വഴിക്ക് പോവാം. ടെമ്പറേച്ചർ കൂടുതലാണോ, വേറെ വഴിക്ക് റിയാക്ഷൻ നടക്കാം. The reaction follows the SN1 pathway when alcohol is secondary or tertiary, about which we can learn in higher classes. However, dehydration of secondary tertiary alcohol to give corresponding ether is unsuccessful as elimination compete over substitution. കഴിഞ്ഞ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട്.
കഴിഞ്ഞ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. ടെർഷറി ആൽക്കഹോൾസ് എടുത്താൽ, ടെർഷറി ഹാലൈറ്റ്സ് എടുത്താൽ, ഹൈലി ബൾക്കി ആയിട്ടുള്ള ഹാലൈറ്റ്സ് എടുത്താൽ, ബൾക്കി ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസ് എടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് എ ഗ്രേറ്റർ ചാൻസ് ഓഫ് എലിമിനേഷൻ റിയാക്ഷൻ. കഴിഞ്ഞ ചാപ്റ്ററിൽ എലിമിനേഷൻ വേഴ്സസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊരു ടോപ്പിക്ക് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് പരിശോധിക്കാം. ആ ഭാഗം ഒന്ന് എടുത്തു നോക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഉത്തരത്തിന്റെ, ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു, അതിന്റെ ചോദ്യമാണിത്. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ ഈസ് ബൈമോളിക്കുലാർ ഡീഹൈഡ്രേഷൻ നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഈഥൈൽ മീഥൈൽ ഈത്തർ? എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല? എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല? Because the reaction is already commented just now. Because റിയാക്ഷന്റെ സ്വഭാവം ഇങ്ങനെയാണ്. റിയാക്ഷന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഓക്കെ ആണോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? അപ്പോൾ അൺസിമെട്രിക്കൽ ഈതേഴ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? അതിനുള്ള ബെസ്റ്റ് മെത്തേഡാണ്, അതും കഴിഞ്ഞ ചാപ്റ്ററിൽ റെഫർ ചെയ്തിട്ടുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നു. വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ. വില്യംസൺ സിന്തസിസ്, അതാണ് അടുത്ത നമ്മുടെ ടോപ്പിക്. വില്യംസൺ സിന്തസിസ്, പ്രിപ്പറേഷൻ ഓഫ് അൺസിമെട്രിക്കൽ ഈതേഴ്സ്. Preparation of unsymmetrical ethers. Williamson synthesis. അൺസിമെട്രിക്കലും മാത്രമല്ല, സിമെട്രിക്കലും ആവാം, അൺസിമെട്രിക്കലും ആവാം. എല്ലാ ടൈപ്പ് ഈതേഴ്സിനും ഇത് പോസിബിൾ ആണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ദ റിയാക്ഷൻ. RX plus R dash ONA giving RO R dash and NaX. ഇത് മുൻപ് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. ആൽക്കൈൽ ഹാലൈഡ്സിന്റെ റിയാക്ഷനിൽ റെഫർ ചെയ്തിട്ടുണ്ട്. ഇതാണ് റിയാക്ഷൻ കിട്ടും. RX treated with R dash ONA, alkyl halide treated with sodium alkoxide. ഇവിടെ നോക്ക്, ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. ഇത് മൈനസും ഇത് പ്ലസും. ഇത് ഓൾറെഡി ബ്രോക്കൺ ആണ്, പ്ലസും മൈനസും. Now imagine this O minus attacking here. You get R O R dash plus NaX. You get ether. Example, CH3Br treated with CH3CH2ONA, methyl bromide treated with sodium ethoxide. നോക്കടാ, NaBr ഔട്ട്. ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യാം. ഇത് മൈനസും ഇത് പ്ലസും, ഇത് പ്ലസും മൈനസും. ഈ മൈനസ് നേരെ ഇവിടെ കണക്ട് ആവും. യു ഗെറ്റ് അൺസിമെട്രിക്കൽ ഈത്തർ CH3O CH2CH3. You get methoxyethane. ഇതൊരു അൺസിമെട്രിക് ഈത്തർ ആണ്. അപ്പൊ അൺസിമെട്രിക് ഈത്തർ മാത്രമല്ല, symmetric as well as unsymmetric ether can be prepared by Williamson synthesis. ഇതും SN2 മെക്കാനിസം ആണ് കേട്ടോ. ഇതും SN2 മെക്കാനിസം ആണ്. Williamson synthesis also promote
SN2 mechanism. നോട്ട് ചെയ്താ noted. Good. This reaction involves SN2 attack on alkoxide ion on primary halide. Alkoxide ion on primary halide. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു റിയാക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു റിയാക്ഷൻ അതൊരു പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു റിയാക്ഷൻ ആണ്. നോക്ക്, you have CH3Br treated with CH3C CH3ONA. Imagine there is a reaction like this. നോക്കടാ, ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, മൈനസ് ആൻഡ് പ്ലസ്. ആ പ്ലസിലേക്ക് ഇയാൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് SN2 അറ്റാക്ക്. ദ റിസൾട്ട് വിൽ ബി CH3O CH3 ദാറ്റ് ഈസ് methyl tertiary butyl ether. That is a common name. Methyl tertiary butyl ether. That is a common name. While the IUPAC name is 1,2,3. 2-methoxy 2-methyl propane. That is the IUPAC name. നോക്ക്, 1, 2, 3. 2-methoxy 2-methyl propane. അതാണ് IUPAC നെയിം. കോമൺ നെയിം methyl tertiary butyl ether. ഇതില് ചിലപ്പോ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റിയാക്ഷൻ അവര് ട്രൈ ചെയ്തേക്കാം. പ്ലീസ് ഡോണ്ട് ഫോൾ ഇൻ ദാറ്റ് ട്രാപ്പ്. നോക്കൂ, CH3CBr. ഇവിടെ this is methyl bromide. And this is sodium tertiary butoxide. ഇതാണ് കോമ്പിനേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ തരും. പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ്. പറ്റിക്കുക എന്ന് പറയുമ്പോൾ ഞാനൊരു കൊളോക്യലി പറഞ്ഞതാണ്. പറ്റിക്കുക എന്ന് വെച്ചാൽ കോൺസെപ്റ്റ്വലി നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് പറ്റിക്കലെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. പറ്റിക്കലെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട. ഇതെന്താ സാറേ പരീക്ഷയ്ക്ക് പറ്റിക്കലോ? ഉണ്ടല്ലോ, നമ്മൾ എത്രയോ പ്രാവശ്യം പറ്റിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ ഒരു സംഭവം ഉണ്ടാവാം. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ തരുമ്പോ മക്കളെ, നിങ്ങൾ ഈ എഴുതിയ അതേപോലെ തന്നെ എഴുതാൻ നിൽക്കണമെന്ന് വിചാരിക്കാം. ഇത് പോയി Br മൈനസ്, ഇത് Br മൈനസ് ആയിട്ട് പോയി, ഇവിടെ പ്ലസ് വന്നു. അങ്ങനെ ഈ O മൈനസ് ഇവിടെ കയറി അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് thereby you are getting CH3OCH3. ഇങ്ങനെ നിങ്ങൾ എഴുതാൻ ശ്രമിച്ചാൽ that's it. അത് നല്ല 8ന്റെ പണിയാണ്. ഇങ്ങനെ കിട്ടില്ല. ഈ വരുന്നൊരു പ്രോഡക്റ്റ് വില്യംസൺ സിന്തസിസിൽ നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെയോ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നോക്കുക, ഇഫ് ദിസ് ഈസ് ആക്ടിങ് ലൈക്ക് ദിസ്,
ഇത് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ന്യൂക്ലിയോഫൈൽ എന്നാ പറയുക. ദിസ് ഈസ് SN റിയാക്ഷൻ. ദിസ് ഈസ് SN റിയാക്ഷൻ ആൻഡ് ദിസ് ഈസ് ആക്ടിങ് ആസ് എ ന്യൂക്ലിയോഫൈൽ. റാദർ ഇങ്ങനെയല്ല സംഭവിക്കുക. പിന്നെയോ എങ്ങനെ സംഭവിക്കുക? നോക്കൂ, ഇങ്ങനെയാണ് സംഭവിക്കുക. CH3C CH3Br, right, is interacting with CH3O minus Na plus. ഇയാള് ന്യൂക്ലിയോഫൈൽ ആയിട്ടല്ല വർക്ക് ചെയ്യുക, ഇയാള് ആൽഫ കാർബണിലല്ല വർക്ക് ചെയ്യുക, പിന്നെയോ ബീറ്റ ഹൈഡ്രജനെയാണ് അറ്റാക്ക് ചെയ്യുക. ഈ ബ്രോമിൻ ഇവിടുന്ന് പോകും, ഈ O മൈനസ് ഇവിടുന്ന് ഒരു പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. And the net result will be you get a alkene. ഇങ്ങനെയാണ് ലഭിക്കുക. നമ്മൾ മുൻപ് എഴുതി വെച്ചിട്ടുണ്ട്, എടുത്ത് നോക്കുക. പ്ലസ് CH3OH പ്ലസ് NaBr. It is a elimination reaction. It is a elimination reaction. എന്തുകൊണ്ടാണ്? This is a tertiary halide. A tertiary halide is highly prone to elimination reaction. A tertiary halide is highly prone to elimination reaction. മുൻപ് എഴുതി വെച്ചിട്ടുണ്ട്. കോമ്പറ്റീഷൻ ബിറ്റ്വീൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലിമിനേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തു നോക്കുക. സിൻസ് ദിസ് ഈസ് എ ടെർഷ്യറി ഹാലൈഡ്, it has got a great tendency to undergo elimination reaction rather than substitution. നമ്മുടെ സോഡിയം മെത്തോക്സൈഡ് ഒരു ബേസ് ആയിട്ട് വർക്ക് ചെയ്യും rather than a nucleophile. ഓർമ്മയുണ്ടോടാ? ഇത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. വില്യംസൺ സിന്തസിസിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നാൽ ഈ റിയാക്ഷൻ അല്ല നടക്കുക, പിന്നെ ഈ റിയാക്ഷൻ ആണ് നടക്കുക. ഇപ്പൊ വില്യംസൺ സിന്തസിസിൽ ടെർഷ്യറി കോമ്പൗണ്ട് തന്നാൽ, ടെർഷ്യറി ഹാലൈഡ് തന്നാൽ അത് ശ്രദ്ധിക്കണം. ഇറ്റ് വിൽ ഗിവ് യു എലിമിനേഷൻ റിയാക്ഷൻ റാദർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ദ പ്രോഡക്റ്റ് വിൽ ബി ആൽക്കീൻ. നോട്ട് ചെയ്തില്ലേ? അപ്പോ ഈ റിയാക്ഷൻ നടക്കില്ല, ഈ റിയാക്ഷൻ ആണ് നടക്കുക കേട്ടോ. യെസ്. ഇവിടെ നോക്കുക. It is because alkoxides are not only nucleophiles but also strong bases as well. They react with the alkyl halide leading to elimination reaction. ഇയാള് ഇവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഇയാള് ഇവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ എലിമിനേഷൻ എന്ന് പറയും. ഇവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇത് ന്യൂക്ലിയോഫൈൽ ആയിട്ട് വർക്ക് ചെയ്യും, ഇതിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ബേസ് ആയിട്ട് വർക്ക് ചെയ്യും. ദേവിക, സെക്കൻഡറി ആണെങ്കിലോ സാർ? പ്രൈമറി ആണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല, അത് SN2 റിയാക്ഷൻ ഹൈലി ഫേവർ ചെയ്യും. സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ, ടെമ്പറേച്ചർ, ഉപയോഗിക്കുന്ന ന്യൂക്ലിയോഫൈലിന്റെ സ്ട്രെങ്ത്, അതിനൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരാം. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ഗ്രേറ്റ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡറി ആണെങ്കിൽ ഈ ടെൻഷൻ ഇല്ല. സെക്കൻഡറി ആണെങ്കിൽ നമുക്കിങ്ങനെ തർപ്പിച്ച് പറയാൻ സാധിക്കില്ല. എപ്പോഴാണ് നമുക്ക് എലിമിനേഷൻ പ്രോഡക്റ്റ് ഉറപ്പിച്ച് പറയാൻ സാധിക്കുക? ഇഫ് ഇറ്റ് ഈസ് എ ടെർഷ്യറി ഹാലൈറ്റ്.
ഓക്കെ അല്ലടാ? ഇവിടെ നോക്കുക, the following is not an appropriate reaction for the preparation of this ether. ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ നോക്കുക, എന്താ പറഞ്ഞിരിക്കുന്നത്? The following is not an appropriate reaction for the preparation of tertiary butyl ethyl ether. എന്താ കാരണം? ഇതൊരു ടെർഷ്യറി ഹാലൈഡ് ആണ്. ടെർഷ്യറി ഹാലൈഡിൽ എന്താ റിയാക്ഷൻ നടക്കുക? ഇതല്ല റിയാക്ഷൻ. പിന്നെ ഈ ക്ലോറിൻ പോയി ഈ മൈനസ് എവിടെ അറ്റാക്ക് ചെയ്യും? ഇവിടുന്ന് ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ എവിടുന്ന് കാണിച്ചാലും ഒരേപോലെ കേട്ടോ. ആൻഡ് ദ റിസൾട്ട് വിൽ ബി CH3C ഡബിൾ ബോണ്ട് CH2CH3. ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ്. And asking you to write a reaction to get that. ഈ പ്രോഡക്റ്റ് കിട്ടാൻ ഒരു റിയാക്ഷൻ എഴുതാമോ? ഈ പ്രോഡക്റ്റ് കിട്ടാൻ ഒരു റിയാക്ഷൻ എഴുതാമോ? തീർച്ചയായിട്ടും. എങ്ങനെ റിയാക്ഷൻ എഴുതാം? എന്താ റിയാക്ഷൻ എഴുതേണ്ടത്? ഇങ്ങനെ എഴുതുക, CH3CH2Br പ്ലസ് CH3C CH3CH3ONA. ഒരു റിവേഴ്സ് കോമ്പിനേഷൻ എടുക്കുക. ഇപ്പൊ കുഴപ്പമില്ല. നൗ യു ആർ ഡീലിംഗ് വിത്ത് എ പ്രൈമറി ഹാലൈറ്റ്. ഇപ്പൊ കുഴപ്പമില്ല. ഇവിടെ നോക്ക്, ഈ ബ്രോമിൻ സ്ഥലം വിട്ടു, ഇത് മൈനസ്, ഇത് പ്ലസ്. ആ പ്ലസിലേക്ക് ഇയാൾ വന്ന് അറ്റാച്ച് ചെയ്യും ആൻഡ് യു വിൽ ഗെറ്റ് ദ പ്രൊഡക്റ്റ്. ഇത് ഈത്തറിന്റെ ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. വില്യംസൺ സിന്തസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സംഷൻസ് വരുന്ന ഒരു ഭാഗമാണ്. ശ്രദ്ധിച്ചോളുക കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഇത് നോട്ട് ചെയ്തില്ലേ? ഇതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഈതർ വേണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ ഒരു ഈതർ വേണം. വി വാണ്ട് ആനിസോൾ. നമുക്ക് മെത്തോക്സി ബെൻസീൻ. ആനിസോൾ വേണം. വി വാണ്ട് മെത്തോക്സി ബെൻസീൻ. മെത്തോക്സി ബെൻസിന്റെ ഓമന പേരാണ് ആനിസോൾ എന്ന് വിചാരിക്കേണ്ട. ദാറ്റ് ഈസ് IUPAC അക്സെപ്റ്റഡ് നെയിം. ആനിസോൾ ഈസ് IUPAC അക്സെപ്റ്റഡ് നെയിം കേട്ടോ. ആനിസോൾ വേണം. ഏത് കോമ്പിനേഷൻ ആണ് നല്ലത്? പറയൂ, ഏത് കോമ്പിനേഷൻ ആണ് നല്ലത്? ഞാൻ സോഡിയം ഫിനോക്സൈഡ് എടുക്കുന്നു, മെത്തിൽ ബ്രോമൈഡ് എടുക്കുന്നു. കോമ്പിനേഷൻ 1. കോമ്പിനേഷൻ 2 ഞാൻ ബ്രോമോ ബെൻസീൻ എടുക്കുന്നു, സോഡിയം മെത്തോക്സൈഡ് എടുക്കുന്നു. ഇതിൽ ഏത് കോമ്പിനേഷൻ ആണ് നല്ലത്? 1 ആണോ 2 ആണോ? Which combination you can get anisole? Is it combination 1 or combination 2? Yet another very, very important point. Sharanya 2. Navaneet 1.
ആകാശ് 1, നവനീത് 1 പിൻവലിച്ചു. വിസ്മയ 1, നവനീത് 1 മാറ്റിയിട്ട് 2ലേക്ക് വന്നു. അഭിരാജ് 1. Yes, and the answer is no doubt, it is 1. മക്കളെ 2 പറ്റില്ലടാ. എങ്ങനെയാടാ 2 പറ്റുക? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് മറന്നുപോയോ? അറൈൽ ഹാലൈഡ്സ് ആർ എക്സ്ട്രീംലി ടഫ് ടു അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓർമ്മയില്ല പറഞ്ഞത്? ഈ റിയാക്ഷൻ നടക്കില്ല. ഓർമ്മയില്ല? അറൈൽ ഹാലൈഡ്സ് ആർ കഴിഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമന്റ് ആയിരുന്നു. അറൈൽ ഹാലൈഡ്സ് ആർ എക്സ്ട്രീംലി ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡ്യൂ ടു റീസൺ 1, 2, 3, 4 partial double bond character due to resonance. sp2 hybridized carbon due to which bond length is shorter. Phenyl carbocation is unstable due to which SN1 reaction is completely ruled out and a possible repulsion with the nucleophile. മറന്നുപോയോ? ഇവിടെ കുഴപ്പമില്ലല്ലോ. ഈ ബോണ്ടിനെ നമുക്ക് ഒന്നും ചെയ്യണ്ടടാ. ഇവിടെ ഒന്നും സംഭവിക്കില്ലടാ. ഇവിടെയല്ലേ ബ്രേക്ക് ചെയ്യണേ. ഇറ്റ് ക്യാൻ ബ്രേക്ക് ഗിവിംഗ് പ്ലസ് ആൻഡ് മൈനസ് ആൻഡ് പ്ലസ്. And this O minus will be attacking here and you get the product. നവനീത് ഇവിടെ ഒന്നും സംഭവിക്കില്ലല്ലോ. ഈ O മൈനസ് അല്ലേ ഇവിടെ വന്ന ഇവിടെയല്ലേ ബ്രേക്ക് ചെയ്യണേ. ആൽക്കൈൽ ഹാലൈഡിൽ ബ്രേക്ക് ചെയ്യടാ. അറൈൽ ഹാലൈഡിൽ പറ്റൂല. വില്യംസൺ സിന്തസിസ് എന്തുകൊണ്ട് ഇത് പറ്റില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, വില്യംസൺ സിന്തസിസ് SN റിയാക്ഷൻ. അപ്പൊ അടുത്തത് അതെന്താ? SN റിയാക്ഷന് കൊമ്പുണ്ടോ? യെസ്, SN റിയാക്ഷൻ ഈസ് അൺഫേവറബിൾ ഫോർ അറൈൽ ഹാലൈഡ്സ്. ദാറ്റ്സ് ഇറ്റ്. മക്കളെ ക്ലിയർ അല്ലേ? അപ്പോ ഇത് പറ്റില്ല കേട്ടോ, ഇതാണ് പറ്റുക. അപ്പൊ എന്ത് പറ്റും എന്ത് പറ്റില്ല എന്ന് വരുന്ന കോണ്ടെക്സ്റ്റുകളൊക്കെ പ്രത്യേകം അതൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യണം, മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കണം. കാരണം അവിടുന്നാണ് ചോദ്യം വരിക, അവിടുന്ന് ഉറപ്പായിട്ടും ചോദ്യം വരും. ഐ ഹോപ്പ് യു ഹാവ് നോട്ടഡ് ദിസ്. ഇതെല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിത് കണ്ടപ്പോഴാണ് അതൊന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, അത് എവിടെയുണ്ട്? Phenol are also converted. Phenols are also converted to ether by this method. ഇവിടെ എന്താ ചെയ്യുന്നത്? Phenol treated with NaOH. You get sodium phenoxide. And that treated with alkyl halide, you get aromatic ether. Yes. Physical properties എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? The CO bond in ethers are polar. CO bond in ethers are polar, delta plus and delta minus. Thus, ethers have a net dipole moment. Weak polarity of ethers do not appreciably affect their boiling point. Weak polarity of ethers do not appreciably affect their boiling points, which are comparable to those of alkanes. Ethers in the boiling point very much comparable to those of alkanes. Nokada, ethoxyethane and ഇവിടെ
എത്തോക്സി ഈതെയിൻ ആൻഡ് നോർമൽ പെൻറ്റെയിൻ രണ്ടുപേർക്കും മോളാർ മാസ് ഏകദേശം സെയിം ആണ്. നോർമൽ പെൻറ്റെയിൻ ആൻഡ് എത്തോക്സി ഈതെയിൻ ദേ ഹാവ് കമ്പയറബിൾ ബോയിലിംഗ് പോയിന്റ്. കണ്ടോ, 309.1 307.6 കമ്പയറബിൾ ആണ്. വാട്ട് അബൌട്ട് ആൽക്കഹോൾ? ആൽക്കഹോൾ ഹാവിംഗ് very high boiling point due to hydrogen bonding. Due to hydrogen bonding. ഈത്തേഴ്സിന് അത് സാധ്യമല്ല. അപ്പോ ആൽക്കെയിൻസും ഈത്തേഴ്സും കമ്പയറബിൾ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ ഈത്തേഴ്സിന് പൊളാരിറ്റി ഉണ്ടെങ്കിൽ പോലും വളരെ വീക്കാണ് അതിന്റെ പൊളാരിറ്റി. അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കമ്പയറബിൾ വിത്ത് ആൽക്കെയിൻസ് ആണ്. വൈൽ ആൽക്കഹോൾസ് ആർ മച്ച് അഹെഡ് ഡ്യൂ ടു ഹൈഡ്രോജൻ ബോണ്ടിങ്. Large difference in boiling point of alcohol and ethers are due to presence of hydrogen bonding in alcohols. അതേ സമയത്ത് അപ്പൊ നോക്കുക, ബോയിലിംഗ് പോയിന്റ് ഈത്തർ ആൽക്കെയിൻസിന്റെ കൂടെയാണ്, പക്ഷെ സോല്യൂബിലിറ്റി ഈത്തർ ആൽക്കഹോൾസിന്റെ കൂടെയാണ്. അതൊരു ശ്രദ്ധിക്കേണ്ട ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഈത്തേഴ്സ് കമ്പയറബിൾ വിത്ത് ആൽക്കെയിൻസ് ആണ്. സോല്യൂബിലിറ്റി ഈത്തേഴ്സ് കമ്പയറബിൾ വിത്ത് ആൽക്കഹോൾസ് ആണ്. എന്താ കാരണം? The miscibility of ether with water resembles to those of alcohol of same molecular mass. എന്താ കാരണം? ഈത്തേഴ്സിന് ഹൈഡ്രജൻ ബോണ്ടിങ് വാട്ടറുമായിട്ട് ഉണ്ടാക്കാം. ഈത്തർ ക്യാൻ മേക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് വാട്ടർ. രണ്ട് ഈതേഴ്സ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് പറ്റില്ല. രണ്ട് ഈത്തർ മോളിക്യൂൾസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് പറ്റില്ല. പക്ഷേ ഈതർ ക്യാൻ മേക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് വാട്ടർ because it is having lone pair of electron with oxygen. Both ethoxy ethane and butane 1-ol are miscible to almost same extent. എത്ര? 7.5 and 9 gram per 100 ml water. അതേസമയം പെൻറ്റെയിൻ ഈസ് ഇമ്മിസിബിൾ വിത്ത് വാട്ടർ. പെൻറ്റെയിൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. പക്ഷെ എത്തോക്സി ഈതെയിൻ ഡിസോൾവ് ചെയ്യും, ലൈക്ക് ആൽക്കഹോൾസ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ജസ്റ്റ് ലൈക്ക് ആൽക്കഹോൾ, oxygen of ether can also form hydrogen bond with water. എങ്ങനെയാണ് ആൽക്കഹോളും വാട്ടറും ഇന്ററാക്ട് ചെയ്യുന്നത്? ROH. You see the interaction with water. This is interaction with water molecule. Alcohol interacting with water molecule. അതേപോലെയാണ് ether interacting with water molecule. So that shows the solubility. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ ആണ്. ബോയിലിംഗ് പോയിന്റ് പരിശോധിച്ചാൽ ഈത്തർ ആരുടെ കൂടെയാണ്? ആൽക്കെയിൻസിന്റെ കൂടെയാണ്. സോല്യൂബിലിറ്റി പരിശോധിച്ചാൽ ഈതർ ആരുടെ കൂടെയാണ്? ആൽക്കഹോൾസിന്റെ കൂടെയാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അതൊരു ട്രാപ്പാണ്. നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? Now on to chemical reactions. Cleavage of carbon oxygen bond in ethers.
ക്ലിവേജ് ഓഫ് കാർബൺ ഓക്സിജൻ ബോണ്ട് ഇൻ ഈത്തേഴ്സ്. അതൊരു മെയിൻ റിയാക്ഷൻ ആണ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ്. You see ROR is interacting with the HX. Just imagine it is breaking over here. ഇത് മൈനസും ഇത് പ്ലസും ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ഓവർ ഹിയർ. ഇത് പ്ലസും ഇത് മൈനസും ആയിട്ട് ബ്രേക്ക് ചെയ്യും. Now connect the respective segment. O മൈനസിൽ H വരും, എക്സ് മൈനസ് ഇവിടെ വരും. യു ഗെറ്റ് ROH ആൻഡ് RX. Now this can further react with HX, where H and OH out as water and you get again RX. So final result എന്ന് പറയുന്നത് 2 RX ആയിരിക്കും. ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 2 RX ആയിരിക്കും. അത് 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുക. ആദ്യം ഒരു ആൽക്കഹോളും ഒരു RXും കിട്ടും. രണ്ടാമത് ആ ആൽക്കഹോള് RX ആയിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഒരുപക്ഷെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചോദ്യം, സിമെട്രിക് ഈതർ ആണെങ്കിൽ സംശയമേ ഇല്ല, CH3 CH2O CH2 CH3. ഇവിടെ നമുക്കൊരു പ്രശ്നമേ ഇല്ല. ഇറ്റ് ഈസ് ഇന്ററാക്ടിങ് വിത്ത് HX. നോക്കൂ, ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. എവിടെ ബ്രേക്ക് ചെയ്താലും ഒരുപോലെയാണ്. ഇത് പ്ലസും ഇത് മൈനസും. സോ യു വിൽ ഗെറ്റ് CH3 CH2OH ആൻഡ് CH3 CH2X. ഇങ്ങനെ കിട്ടും. ആൻഡ് ദിസ് ഫർദർ ട്രീറ്റഡ് വിത്ത് HX, യു വിൽ ഗെറ്റ് CH3 CH2X. അപ്പോൾ അൾട്ടിമേറ്റ്ലി 2 moles ഓഫ് ദിസ് ഈസ് ഒബ്റ്റൈൻഡ്. അതിൽ വേറെ പ്രത്യേകിച്ച് ചർച്ച ചെയ്യാനൊന്നുമില്ല. അതേസമയം അൺസിമെട്രിക് ഈതർ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇറ്റ് ഈസ് അൺസിമെട്രിക് ഈതർ. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരാം, അല്ലെങ്കിൽ അവിടെ ഒരു ചോദ്യം വരാം. സപ്പോസ് യു ആർ ഡീലിംഗ് വിത്ത് CH3O CH2 CH3 ഇന്ററാക്ടിങ് വിത്ത് HX. റിയാക്ഷൻ 2 സ്റ്റെപ്സ് ആണല്ലോ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പില് എവിടെയാണ് ബ്രേക്ക് ചെയ്യുക? ദാറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. എവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പില് എവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും? ഇത് ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെയാണോ, അതായത് 1ലാണോ, അതോ ഇത് ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെയാണോ, 2ലാണോ? ഐ എം ജസ്റ്റ് ലേബലിംഗ് ദ 2 ക്ലെവേജ് 1 and 2. ടെൽ മീ, ആദ്യത്തെ ബ്രേക്കിംഗ് നടക്കുന്നത് എവിടെയായിരിക്കും? 1ലായിരിക്കോ 2ലായിരിക്കോ? ദാറ്റ് ക്യാൻ ബി എ ജെന്യുവൻ ക്വസ്റ്റ്യൻ. And in fact, it can come as a question for the exam. 1 mole HX റിയാക്ട് ചെയ്യുന്നു. 1 mole HX റിയാക്ട് ചെയ്താൽ ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും? നവനീത് പറയുന്നു 2. വിസ്മയ പറയുന്നു 1. വിസ്മയ, യു ആർ കറക്റ്റ്. നവനീത് തെറ്റാണ്. ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുക. ഇത് പ്ലസും ഇത് മൈനസും. ഇവിടെ H+ വരും, ഇവിടെ HX വരും. സോ യു ഗെറ്റ് CH3X പ്ലസ് CH3 CH2OH. The halogen comes with a simple alkyl group. ഹാലോജൻ വരുന്നത് സിമ്പിൾ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും വരിക. നവനീത്, the halogen atom comes with a simple alkyl group. അങ്ങനെയാണ് കിട്ടുക. ഇനി എക്സസ് റിയാക്ഷൻ നടന്നാൽ നമുക്ക് അറിയാലോ, എക്സസ് റിയാക്ഷൻ വീണ്ടും HX റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ്, സോറി ഇവിടെ അല്ലല്ലോ, ഇവിടെ
വീണ്ടും HX റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ വിൽ ബി കൺവേർട്ടഡ് ടു ആൽക്കൈൽ ഹാലൈഡ്. അപ്പൊ രണ്ടും ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് മാറും. എന്തായാലും ആദ്യ ഘട്ടത്തില് എവിടെയാണ് ബ്രേക്ക് ചെയ്യുക? ഇറ്റ് ബ്രേക്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഹാലോജൻ ആറ്റം കംസ് വിത്ത് സിമ്പിൾ ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പൊ ഒരു ചോദ്യം വരികയാണ്, ROR'. ഇവിടെയാണോ ബ്രേക്ക് ചെയ്യുക, ഇവിടെയാണോ ബ്രേക്ക് ചെയ്യുക? 1 ആണോ 2 ആണോ? ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഒരു കാരിക്കേച്ചർ പോലെയാണ് എന്റെ ചോദ്യം. ROR'. 1ലാണോ ബ്രേക്ക് ചെയ്യുക, 2ലാണോ ബ്രേക്ക് ചെയ്യുക? ഇപ്പൊ നവനീത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, 2ല് ബ്രേക്ക് ചെയ്യും. കാരണം ഇത് പ്ലസും ഇത് മൈനസും. സോ ഹാലോജൻ ആറ്റം കംസ് വിത്ത് സിമ്പിൾ ആൽക്കൈൽ ഗ്രൂപ്പ്. കെമിസ്ട്രിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഓരോ ഉഡായിപ്പ് ഉണ്ടാവും. ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോയിട്ട് ചോദിക്കുന്ന ചോദ്യം വേറൊന്നായിരിക്കും, ഇതിനെക്കുറിച്ചായിരിക്കും ചോദ്യം. നോക്കുക, അപ്പൊ നമ്മൾ ചോദിക്കുവാണ്, ഇവിടെ ബ്രേക്ക് ചെയ്യോ, ഇവിടെ ബ്രേക്ക് ചെയ്യോ? ഈസ് ഇറ്റ് ബ്രേക്കിംഗ് 1 or 2 when treated with HX 1 mole? നമ്മൾ 2 എന്ന് പറഞ്ഞാൽ തെറ്റി, 1ലാണ് ബ്രേക്ക് ചെയ്യുക. നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, when you have a unsymmetric ether, it breaks in such a way that halogen comes with a simple alkyl group. പക്ഷേ തന്നിരിക്കുന്ന ഈതർ ഇതാണെന്ന് വിചാരിക്കുക, മീത്തൈൽ ടെർഷറി ബ്യൂട്ടൈൽ ഈതർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ചോദ്യം വന്നു കഴിഞ്ഞാല് 1 ആണോ 2 ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചൊരു ആശയമല്ല. 2 അല്ല 1 ആണ്. എന്തുകൊണ്ടാണ്? പറ എന്തുകൊണ്ടാണെന്ന് പറ. എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എലിമെന്ററി ആസ്പെക്ട്സ് ഓഫ് ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നതാ. യെസ്, എക്സാക്ട്ലി നവനീത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ടെർഷ്യറി കാർബോകാറ്റയോൺ. നോക്കടാ, ഇത് മൈനസും ഇത് പ്ലസും. ദിസ് ഈസ് എക്സ്ട്രാ സ്റ്റേബിൾ as it forms a tertiary carbocation. ഇത് ടെർഷ്യറി കാർബോകാറ്റയോൺ ആണ്. അതിന് കിട്ടുന്ന എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ് വിഷയം. സിൻസ് ഇറ്റ് ഫോംസ് എ ടെർഷ്യറി കാർബോകാറ്റയോൺ, the cleavage occur at 1. Is it clear, children? Is it clear? അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ വരുമ്പോ ചിന്തിക്കണം. എന്ന് വെച്ച് എല്ലായ്പ്പോഴും എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടോ എന്ന് ചിന്തിച്ചിരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എന്ത് ചോദ്യം കണ്ടു കഴിഞ്ഞാലും ഇതിനകത്ത് വല്ല ട്രാപ്പ് ഉണ്ടോ എന്ന് ചിന്തിക്കാനല്ല പറയുന്നത്. പക്ഷെ അത് വരുന്ന ട്രാപ്പ് വരുന്ന പല സാഹചര്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടിരിക്കണം. യെസ്, സർ 2ന്റെ അവിടെ സെക്കൻഡറി കാർബോകാറ്റയോൺ, ടെർഷ്യറി വന്നാൽ അവിടെ ബ്രേക്ക് ചെയ്യും. ടെർഷ്യറി കാർബോകാറ്റയോൺ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്യും. നവനീത്, നവനീത് ക്ലിയർ ആണോ? യെസ്. ഇതിന്റെ നമ്മള് ബാക്കി എഴുതിയില്ലല്ലോ. അപ്പൊ ഇവിടെ HX റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക? CH3C CH3CH3X plus CH3OH. That will be the product.
നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. And imagine you are getting an aromatic ether. ഇപ്രാവശ്യം ആരും തെറ്റിക്കില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. Imagine this is treated with HI. ഒന്ന് പ്രോഡക്റ്റ് എഴുതിയ മക്കളെ. Imagine it is treated with HI. പറ, എവിടെയാ ബ്രേക്ക് ചെയ്യാം? Is it breaking at 1 or is it breaking at 2? This is plus and minus. 1 ബ്രേക്ക് ചെയ്യോ, 2 ബ്രേക്ക് ചെയ്യോ? ശരണ്യ വാസ് ടു കെയർഫുൾ ടു കമന്റ് ദിസ് ടൈം. അല്ലെ ശരണ്യ? ഒരു തെറ്റും കൂടാതെ ആവേശത്തോടു കൂടി വിളിച്ചു പറയാണ് 2 എന്ന്. കാരണം ഇവിടെ ബ്രേക്ക് ചെയ്യില്ല. There is a partial double bond character. പ്രശ്നം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രം ഇതിന് ശരിയായ മറുപടി പറഞ്ഞാൽ പോരാ. എപ്പോ ഏത് കോണ്ടെക്സ്റ്റിൽ ചോദിച്ചാലും നമുക്ക് അതിന് കൃത്യമായ ആ ഒരു മറുപടിയിലേക്ക് ഇത് നമ്മൾ വിട്ടു. അടുത്ത ദിവസം പുതിയതായിട്ടൊരു ടോപ്പിക്ക് പറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് ഇതേപോലൊരു കോണ്ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും തെറ്റിക്കണം. അത് പാടില്ല. ഇപ്പൊ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1, 2, 3 പ്രാവശ്യം ഒരേ കണ്ടന്റ് കടന്നു വരുമ്പോൾ നമ്മൾ തെറ്റിക്കാതെയൊക്കെ പറയുന്നുണ്ട്. നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ തെറ്റിക്കാതെ പറയാൻ സാധിക്കണം കേട്ടോ. ഗുഡ്, വെരി ഗുഡ്. ഇറ്റ്സ് ഗോയിങ് ടു ബ്രേക്ക് ഓവർ ഹിയർ ഡ്യൂ ടു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആൻഡ് ഓൾവേസ് വൺ പ്രൊഡക്റ്റ് ഈസ് ഫിനോൾ. And remember, even when excess is used, excess ഉപയോഗിച്ചാലും ഇതായിരിക്കും പ്രോഡക്റ്റ്. കാരണം this cannot react further with HI. No reaction. എക്സസ് ഉപയോഗിച്ചാലും എല്ലായ്പ്പോഴും ഒരു ഭാഗത്ത് ഫിനോൾ ആയിരിക്കും. There is no further reaction because phenol cannot be converted to further. ഫിനോളിനെ ഫർദർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. യു കനോട്ട് ബ്രേക്ക് ദിസ് ബോണ്ട്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ആ ചാപ്റ്ററിൽ 1-2 കാര്യങ്ങളും കൂടെ പറയാനുള്ളൂ കേട്ടോ. 1-2 കാര്യങ്ങളും കൂടെ പറയാനുള്ളൂ. Hardly it will take some 10-15 minutes to complete that chapter tomorrow. After that, we can switch on to the new chapter, aldehyde ketone carboxylic acid. ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 10-15 മിനിറ്റ് നേരം കൊണ്ട് നമ്മുടെ ആ ചാപ്റ്റർ നാളെ തീരും. And we will be switching on to aldehyde ketone carboxylic acid tomorrow. അപ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചാപ്റ്റർ നന്നായിട്ട് നോക്കി വരാം, പഠിക്കുക. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. റൈറ്റ്? ഓർഗാനിക് റിയാക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നോക്കി ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യം അടുത്ത ചാപ്റ്ററിൽ സിമിലർ ഏരിയയിൽ വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ കൂടെ പറ്റുന്ന രീതിയിൽ, കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെമ്മറിയിൽ ഉണ്ടാവണം. ആൻഡ് ഈസ് പോസിബിൾ ടു ഫിക്സ് എനി മാറ്റർ ഇൻ ടു പെർമനന്റ് മെമ്മറി ബൈ കണ്ടിന്യൂവസ് റിവിഷൻ. ആ റിവിഷനിൽ എല്ലാ ടൈപ്പ് മോഡ്സും, ഇങ്ങനത്തെ ക്ലാസ് കേൾക്കുന്നത്, ടെക്സ്റ്റ് വായിക്കുന്നത്, നോട്ട് എഴുതുന്നത് എല്ലാം അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. റൈറ്റ്? നന്നായിട്ട് പഠിച്ചു വരിക. നാളെ നമുക്ക് പുതിയ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. Before which we need to complete the remaining few reactions involved in ethers. അത് നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ കാണാം. Till then, bye. See you. Good night. Bye.